നമസ്കാരം. സക്സസ് മന്ത്രിയുടെ മറ്റൊരു പോസിറ്റീവ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ആത്മവിശ്വാസം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോക പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ റോബ് ഡയൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പങ്കുവെച്ച് വിസ്മയിപ്പിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ചിലർക്കിത് വെറുമൊരു അന്ധവിശ്വാസമായി തോന്നാം. എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രീയ വശമുണ്ടെന്ന് റോബ് ഡയൽ തെളിയിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നിങ്ങളിലേക്ക് ആകർഷിക്കാമെന്ന് നമുക്ക് വിശദമായി നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 40 ട്രില്യൺ കോശങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഈ 40 ട്രില്യൺ കോശങ്ങളെയും ഒരേ ദിശയിൽ നയിക്കുക എന്നതാണ് വിജയത്തിന്റെ രഹസ്യം. നിങ്ങളുടെ ചിന്തകളിലൂടെയാണ് നിങ്ങൾ ഈ കോശങ്ങളെ നിയന്ത്രിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ എന്തിലാണോ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. നമ്മൾ എപ്പോഴും എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഭൂരിഭാഗം ആളുകളും അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. എനിക്ക് കടമുണ്ടാകരുത്, ഞാൻ തോറ്റുപോകരുത് എന്നിങ്ങനെയുള്ള ചിന്തകൾ ആ കാര്യങ്ങളെ തന്നെ നിങ്ങളിലേക്ക് വീണ്ടും എത്തിക്കുന്നു. റോബ് ഡയൽ തന്റെ ജീവിതത്തിലെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. 2012 ഓസ്റ്റിനിലേക്ക് മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലെ പണം തീരാറായിരുന്നു. എന്നാൽ അദ്ദേഹം ഒട്ടും ആശങ്കപ്പെട്ടില്ല. ഞാൻ ആശങ്കപ്പെട്ടാൽ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെയാണ് ഞാൻ ആകർഷിക്കുന്നത് എന്ന് അദ്ദേഹം കരുതി. 2 ദിവസത്തിന് ശേഷം അപ്രതീക്ഷിതമായി അദ്ദേഹത്തിനൊരു കോൾ വന്നു. മുൻപ് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് അക്കൗണ്ടിംഗ് പിശക് മൂലം അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന $23,000 അയച്ചു തരാം എന്നായിരുന്നു ആ സന്ദേശം. നമ്മൾ എന്തിൽ വിശ്വസിക്കുന്നുവോ അത് സംഭവിക്കും എന്നതിൻ്റെ വലിയൊരു തെളിവാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും ഒരു പ്രത്യേക വേഗതയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയം, ദേഷ്യം, ആശങ്ക തുടങ്ങിയ ചിന്തകൾ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും വൈബ്രേഷൻ കുറയുകയും ചെയ്യുന്നു. എന്നാൽ സ്നേഹം, നന്ദി തുടങ്ങിയ പോസിറ്റീവ് ചിന്തകൾ സെറട്ടോണിൻ, ഡോപാമിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുകയും നിങ്ങളുടെ എനർജി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഈ എനർജി അല്ലെങ്കിൽ വൈബ്രേഷൻ നിങ്ങളുടെ ശരീരത്തിന് പുറത്തേക്കും വ്യാപിക്കുന്നുണ്ട്. EEG, MEG മെഷീനുകൾ വഴി ഇത് അളക്കാൻ സാധിക്കും. നമ്മുടെ ചിന്തകളിൽ 5% മാത്രമേ ബോധമനസ്സ് കൊള്ളൂ. ബാക്കി 95% ഉപബോധ മനസ്സാണ്. ഉപബോധ മനസ്സിന് ശരിയും തെറ്റും അറിയില്ല. നിങ്ങൾ എന്ത് വീണ്ടും വീണ്ടും പറയുന്നുവോ അത് സത്യമാണെന്ന് അത് വിശ്വസിക്കും. ഞാൻ വിഡ്ഢിയാണ്, എനിക്ക് ഭാഗ്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഉപബോധ മനസ്സ് അത് ഫയൽ ചെയ്തു വെക്കുകയും നിങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ ആക്കി മാറ്റുകയും ചെയ്യും. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പലരും വിട്ടുപോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. വെറുതെ കണ്ണടച്ചിരുന്നാൽ മാത്രം ഒന്നും സംഭവിക്കില്ല. അട്രാക്ഷൻ എന്ന വാക്കിന്റെ അവസാന 6 അക്ഷരങ്ങൾ ആക്ഷൻ എന്നാണ്. നിങ്ങൾ ചിന്തകളെ പോസിറ്റീവ് ആക്കുന്നതോടൊപ്പം അതിനായി പ്രവർത്തിക്കുകയും വേണം. വിശ്വസിക്കുകയും അതോടൊപ്പം കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ വാതിലുകൾ തുറന്നു തരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനായി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുക. അതോടൊപ്പം ആവേശത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുക. സംശയം ഒഴിവാക്കി പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുമ്പോൾ അസാധ്യമായത് പലതും സാധ്യമാകും. നിങ്ങളുടെ ചിന്തകളെ മാറ്റുക, നിങ്ങളുടെ വിശ്വാസങ്ങളെ മാറ്റുക. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ മാറുകയും ലോകം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും.
ഈ ലോ ഓഫ് അട്രാക്ഷൻ തത്വത്തിൽ വിശ്വസിക്കാനും ഇന്നു മുതൽ പോസിറ്റീവായി പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഐ ആം ഇൻ കൺട്രോൾ ഓഫ് മൈ ലൈഫ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. സക്സസ് മന്ത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.